ഇന്ന് നമ്മളുടെ ഹെമറ്റോളജിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ലാസ്റ്റ് ക്ലാസ് മീൻസ് തിയറി ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഹെമറ്റോളജിയിൽ ഇതുവരെയ്ക്കും അനീമിയ ഇൻട്രൊഡക്ഷൻ പാർട്ട് പഠിച്ചു. ദെൻ അനീമിയ, ലുക്കീമിയ, മൾട്ടിപ്പിൾ മൈലോമ, ലിംഫോമ വരെ കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആയിരിക്കും. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനകത്ത് ലൈക്ക് ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ബ്ലീഡിംഗ് ഡിസോർഡർ പറഞ്ഞപ്പോൾ നമ്മൾ ഫിസിയോളജി വി ഹാഡ് സ്റ്റഡീഡ്, ഒരു ബേസിക് ഫിസിയോളജി പഠിച്ചതിനകത്ത് ഒരു കാര്യം നമുക്ക് വിട്ടുപോയത് കൊയാഗുലേറ്ററി മെക്കാനിസം ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ച്വലി അത് വിട്ടുപോയതായിരുന്നു. ദാറ്റ് നമ്മൾ നാളെ MCQ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ ഇന്ന് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എടുത്ത് അതിന്റെ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്ത് നമ്മൾ കൊയാഗുലേഷൻ മെക്കാനിസം ആൻഡ് ദാറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് എന്താണ് ഹീമോസ്റ്റാസിസ്? ഒരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാല് അവിടെ ക്ലോട്ട് ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, ആ ക്ലോട്ട് ഉണ്ടായി അവിടുത്തെ ആ ബ്ലീഡിങ് സ്റ്റോപ്പായി അത് കഴിയുമ്പോഴത്തേക്ക് സക്സസ്ഫുൾ റിമൂവൽ ഓഫ് അത് ഫോളോ ചെയ്തിട്ട് ആ ക്ലോട്ടിന്റെ റിമൂവലും ടിഷ്യൂ റിപ്പയറും ഉണ്ടാകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അതിനെ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹീമോസ്റ്റാസിസ് ബ്ലഡ് സ്റ്റോപ്പ് ആകുന്നു, സോ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നു. സോ എന്താണ് ഒരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എപ്പോൾ പറയും? ആ ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്തേക്ക് മാത്രമാണ് അത് ആ ഒരു ക്ലോട്ട് ഉണ്ടാവുന്നത്. ലോക്കലൈസ്ഡ് ടു ദ ഏരിയ ഓഫ് ഇഞ്ചുറി, അതിനെ ഫോളോ ചെയ്തിട്ട് ആ ക്ലോട്ടിന്റെ റിമൂവൽ ഉണ്ടാകണം. ഫോളോഡ് ബൈ റിമൂവൽ ഓഫ് ക്ലോട്ട് ആൻഡ് ടിഷ്യൂ റിപ്പയർ. അതിനായിരിക്കും നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? ലോക്കലൈസ്ഡ് ടു ദ ഏരിയ ഓഫ് ഇഞ്ചുറി, എവിടെയാണ് ഇഞ്ചുറി നടന്നത് ആ ഏരിയയിലേക്ക് മാത്രമായിരിക്കും അത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഉണ്ടാകുന്നത് ആ ഇഞ്ചുറി എവിടെയാണോ നടന്നത് ആ ഒരു ഏരിയയിലേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനെ ഫോളോ ചെയ്തിട്ട് റിമൂവൽ ഓഫ് ക്ലോട്ട് ഉണ്ടാകണം ആൻഡ് ടിഷ്യൂ റിപ്പയർ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു മെക്കാനിസത്തിന് ഒരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുള്ളൂ. ഇനി ഹീമോസ്റ്റാസിസ് എന്താന്ന് നോക്കുവാണെങ്കിൽ അതൊരു ആക്ടിവേറ്റഡ് ഒരു കോംപ്ലെക്സ് ഇന്ററാക്ഷൻസ് കാരണം ഈ ഒരു ഹീമോസ്റ്റാസിസ് നടക്കുന്നത്. ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ എ കോംപ്ലെക്സ് ഇന്ററാക്ഷൻ. എന്തിൻ്റെയൊക്കെ? നമ്മുടെ വാസ്കുലർ എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നാച്ചുറൽ ആന്റി കൊയാഗുലൻസ്, ഫൈബ്രിനോലൈറ്റിക് എൻസൈംസ്, ഇതിന്റെയൊക്കെ ഒരു ഇന്ററാക്ഷൻസ് കാരണമായിരിക്കും ഈ പറഞ്ഞ ക്ലോട്ട് ഉണ്ടാകുന്നതും അതിന്റെ ലൈസിസ് ഉണ്ടാകുന്നതും അത് കഴിഞ്ഞ് ടിഷ്യൂ റിപ്പയർ ഉണ്ടാകുന്നതും. ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലെക്സ് ഇന്ററാക്ഷൻ ആയിരിക്കും. എന്തിന്റെയൊക്കെ? ബിറ്റ്വീൻ ദ വാസ്കുലർ എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നാച്ചുറൽ ആന്റി കൊയാഗുലൻസും ഫൈബ്രിനോലൈറ്റിക് എൻസൈമും. ഇതെല്ലാത്തിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് നടക്കുകയുള്ളൂ. ഇനി ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി, ഒരു ഡിസ്ഫങ്ഷനോ ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹെമറേജ് ആൻഡ് ത്രോംബോസിസ്. ഹെമറേജോ അല്ലെങ്കിൽ ത്രോംബോസിസ് ഉണ്ടാകും. ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു ഇന്ററാക്ഷൻ പറഞ്ഞല്ലോ, ഒരു കോംപ്ലെക്സ് ഇന്ററാക്ഷൻ നടക്കുന്നു. എന്തൊക്കെ തമ്മിൽ? വാസ്കുലർ എൻഡോത്തീലിയം, ഇഞ്ചുർഡ് ആയിട്ടുള്ള വാസ്കുലർ എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നാച്ചുറൽ ആന്റി കൊയാഗുലൻസ്, ഫൈബ്രിനോലൈറ്റിക് എൻസൈംസ്, ഇതിന്റെയൊക്കെ ഒരു ഇന്ററാക്ഷൻ അതൊരു പ്രോപ്പർ വേ നടക്കുമ്പോഴായിരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് ഉണ്ടാകുന്നത്. ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹെമറേജ് അല്ലെങ്കിൽ ത്രോംബോസ് ഫോർമേഷൻ ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ദാറ്റ് വിൽ ഡിസ്കസ് ഒരു കുറച്ചും കൂടെ ഒരു ഫിസിയോളജി ആസ്പെക്റ്റിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ചെയ്യാനോ 13 നമ്പർ ആയിരിക്കും. കൊയാഗുലേഷൻ 2 പാത്വേ ഉണ്ട്. എക്സ്റ്റൻസീവ് പാത്വേയും ഇന്റൻസീവ് പാത്വേ ആയിരിക്കും കൊയാഗുലേഷന്റെ പാത്വേ എന്ന് പറഞ്ഞു. ദെൻ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത് മെയിൻലി ലിവറിൽ നിന്നായിരിക്കും. അത് ലിവറിൽ നിന്നല്ലാണ്ട് പിന്നെ ഫാക്ടർ 5 നോക്കുകയാണെങ്കിൽ അത് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും, ചില ഫാക്ടേഴ്സ് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും എൻഡോത്തീലിയൽ സെൽസിൽ നിന്നും റിലീസ് ആകാറുണ്ട്. മെയിൻലി ദ ഫോർമേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഈസ് ഫ്രം ലിവർ ആയിരിക്കും എന്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ. കുറച്ചും കൂടെ ഒരു ഫിസിയോളജി ആസ്പെക്ട് നാളെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് പോകാം. സോ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 13 നമ്പർ ആൻഡ് മെയിൻലി സിന്തസൈസ് ചെയ്യുന്ന ലിവറിൽ നിന്നായിരിക്കും. ഓൾദോ സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് ഫാക്ടർ 5 ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് from the platelets as well as endothelial cells. Then bleeding disorders. So bleeding disorders നമുക്ക് രണ്ട് ഇതായിട്ട് പറയാം, അല്ലെങ്കിൽ രണ്ട് ഹെഡിങ് രണ്ടിൽ പഠിക്കാം. ഒന്ന് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസും സെക്കൻഡ് വൺ കൊയാഗുലേഷൻ ഡിസോർഡറും. അതായത് ഫസ്റ്റ് ഒരു ഇഞ്ചുറി ഉണ്ടാവും, അവിടെ പ്ലേറ്റ്ലെറ്റ് വന്നൊരു പ്ലഗ് ഫോം ചെയ്യില്ലേ, ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകുന്നു. അവിടെ ഫസ്റ്റ് ഇനീഷ്യലി ഉണ്ടാകുന്നതായിരിക്കും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആയിരിക്കും. സോ ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ നമ്മൾ പറയുന്നതായിരിക്കും പ്രൈമറി
ഹീമോസ്റ്റാസിസ്. ആ പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് കാരണവും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ കൊയാഗുലേഷൻ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, കൊയാഗുലേഷനുടെ കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയെ കാരണമുള്ള കൊയാഗുലേറ്റീവ് ഡിസോർഡേഴ്സ് കാരണവും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകും. സോ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഒന്ന് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്, രണ്ടാമത്തേത് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ്. സോ ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ എന്താണ് പ്രൈമറി ഹീമോസ്റ്റാസിസ്? ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ അല്ലേ, ഇനീഷ്യൽ ഫോർമേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ്, അതിനാണ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാവുന്നു, അതിനാണ് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ കാരണമായിരിക്കും ആ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഫെയിൽ ആകുന്നത്? ഏതൊക്കെ കണ്ടീഷനിൽ ഫെയിൽ ആകാം? ത്രോംബോസൈറ്റോപീനിയ ഉണ്ടെങ്കിൽ, വോൺ വില്ലിബ്രാൻഡ് ഡിസീസസിനകത്ത്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിസീസസ് അഫക്റ്റിംഗ് ദ വെസൽ വാൾ. ഇങ്ങനെ 4 കണ്ടീഷനകത്ത് നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹീമോസ്റ്റാസിസ്, ഒരു ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ് ഏതൊക്കെയായിരിക്കും? വോൺ വില്ലിബ്രാൻഡ് ഡിസീസിനകത്ത്, ത്രോംബോസൈറ്റോപീനിയയിൽ, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സിനകത്ത്, അല്ലെങ്കിൽ ഡിസീസസ് അഫക്റ്റിംഗ് ദ വെസൽ വാൾ. ഈ 4 കണ്ടീഷൻസിനകത്തായിരിക്കും പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനകത്ത് തന്നെ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് പറഞ്ഞു രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഒന്ന് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്, സെക്കൻഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ്. ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. സോ ഫസ്റ്റ് നമുക്ക് അറിയണം എന്താണ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. എന്താണ് പ്രൈമറി ഹീമോസ്റ്റാസിസ്? ഇനീഷ്യൽ ഫോർമേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് പ്ലഗിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഒരു മുറിവുണ്ടായി, ഇനീഷ്യലി അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് കൂടിയിട്ട് ഒരു പ്ലഗ് ഫോർമേഷൻ ഉണ്ടാക്കും ടു പ്രിവെന്റ് ദ ബ്ലീഡിങ്. സോ അതിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ ആ പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ഫെയിൽ ആകുന്നു. അത് ഏതൊക്കെ കണ്ടീഷനിൽ ഫെയിൽ ആകാം? അത് ഉണ്ടാകുന്നില്ല. ഓക്കെ, അത് ഏതൊക്കെ കണ്ടീഷനിൽ ഉണ്ടാകാം? ഒന്നെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റ്സിന്റെ ഡെഫിഷ്യൻസി, അത് കാരണം അവിടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. സോ ഫസ്റ്റ് ഈസ് ത്രോംബോസൈറ്റോപീനിയ. സെക്കൻഡ് ആണ് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്. അത് നമ്മൾ പിന്നെ പഠിക്കേണ്ടതാണ്. വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് അല്ലെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റിന് എന്തെങ്കിലും പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷന് ഡെഫിഷ്യൻസി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ് കാരണം. അല്ലെങ്കിൽ എന്താണ്, വെസൽ വാളിൽ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ. ഈ 4 കണ്ടീഷനിലായിരിക്കും ഈ പ്രൈമറി ഹീമോസ്റ്റാസിസ് നടക്കാണ്ടിരിക്കുക, പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ഉണ്ടാകാണ്ടിരിക്കുക. എവിടെ? ഒന്ന് പ്ലേറ്റ്ലെറ്റിന്റെ കുറവ്, ത്രോംബോസൈറ്റോപീനിയ, വോൺ വില്ലിബ്രാൻഡ്. ആക്ച്വലി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷന് എന്ത് ആവശ്യമാണ്? ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആവശ്യമാണ്. സോ അതിന്റെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ വോൺ വില്ലിബ്രാൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്. സോ വോൺ വില്ലിബ്രാൻഡ് ഡിസീസസ് ഉണ്ടെങ്കിൽ അവിടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഈ പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇനി ആ ഇഞ്ചുറി ഉണ്ടായ വെസൽ വാൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, ഡിസീസസ് അഫക്റ്റിംഗ് ദ വെസൽ വാൾ, ഈ 4 കണ്ടീഷനിൽ അവിടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. ഇറ്റ് ക്യാൻ ലീഡ് ടു ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. സോ എന്തൊക്കെയാണ് നമ്മൾ വെസൽ വാൾ ഡിസീസസ് എന്ന് പറഞ്ഞില്ലേ? സോ ഇനി എന്തൊക്കെയാണ് വെസൽ വാൾ അബ്നോർമാലിറ്റീസ്? വെസൽ വാൾ അബ്നോർമാലിറ്റീസിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഒന്ന് കൺജനിറ്റലും അല്ലെങ്കിൽ ഒന്ന് അക്വയർഡും. So vessel wall abnormalities we can divide into two, congenital and acquired. Congenital again example പറയുകയാണെങ്കിൽ congenital example നമ്മൾ പറയുന്നതാണ് HHT, അതായത് hereditary hemorrhagic telangiectasia. Congenital, acquired. Congenital ഒരു എക്സാമ്പിൾ ആണ് hereditary hemorrhagic telangiectasia. അതെന്താ നമ്മൾ ജസ്റ്റ് അടുത്ത പഠിക്കും. അക്വയർഡിനകത്ത് വാസ്കുലൈറ്റിസ് നമുക്ക് പറയാം. ഓക്കെ, സോ എന്താണ് ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്ജെക്ടേഷ്യ നോക്കുകയാണെങ്കിൽ അതൊരു ഡോമിനന്റ്ലി ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. ഓട്ടോസോമൽ ഡോമിനന്റ്ലി ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു? ടെലങ്ജെക്ടേഷ്യയും സ്മോൾ അനൂറിസംസും ഉണ്ടാകും. എവിടെ? ഫിംഗർ ടിപ്പിൽ, ഫേസിൽ, ടങ്ങിൽ, നേസൽ പാസേജ്, ലങ്സ് ആൻഡ് ടിപ്സ്, GIT. എന്താ ടെലങ്ജെക്ടേഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയലേറ്റഡ് ആയിട്ടുള്ള സ്മോൾ വെസൽസ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറിൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ടെലങ്ജെക്ടേഷ്യ എന്ന കണ്ടീഷൻ പറയുന്നത്. സോ ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്ജെക്ടേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരു ഡോമിനന്റ്ലി ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. സ്കിന്നിൽ ടെലങ്ജെക്ടേഷ്യയും സ്മോൾ അനൂറിസംസും ഉണ്ടാകുന്നു ഫിംഗർ ടിപ്പിൽ, ഫേസിൽ, ടങ്ങിൽ, നേസൽ പാസേജിൽ, ലങ്സിലും GITയിലും ഒക്കെ സ്മോൾ അനൂറിസംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയലേറ്റഡ് സ്മോൾ വെസൽ ഫോർമേഷനോ ഉണ്ടാകുന്നു. അപ്പൊ എന്ത് പറ്റും? ഇറ്റ് വിൽ റിസൾട്ട്, ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സം ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. സോ ഇതേപോലെയാണ് ഈ HHT എന്നൊരു കണ്ടീഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദിസ് HHT പേഷ്യൻസിൽ പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദിസ് HHT പേഷ്യന്റിനകത്ത് പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻസ് കണ്ടിട്ടുണ്ട്. സോ ഈ പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും?
ആർട്ടീരിയൽ ഹൈപ്പോക്സീമിയ ഉണ്ടാവും. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് സംഭവിക്കും. റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് മിക്സ് ആവുന്നു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡുമായിട്ട് മിക്സ് ആവുന്നു. സോ ഇത് കാരണം ഇറ്റ് പ്രിഡിസ്പോസ് ടു പാരഡോക്സിക്കൽ എംബോളിസം. അതായത് ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്കാറ്റേഷ്യ എന്താണെന്ന് ആദ്യം അറിഞ്ഞോ, ഒരു ഡോമിനന്റ്ലി ഇൻഹെറിറ്റഡ് കണ്ടീഷനാണ്. റൈറ്റ്. അവിടെ എന്താ സംഭവിക്കുന്നത്, സ്മോൾ അന്യൂറിസസും ടെലങ്കാറ്റേഷ്യ ഉണ്ടാകും. എന്താണ് ഈ ടെലങ്കാറ്റേഷ്യ എന്ന് പറഞ്ഞാൽ, ഡയലേറ്റഡ് സ്മോൾ വെസൽസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ, സ്കിന്നിലും മ്യൂക്കസ് മെമ്പറിലും ഉണ്ടാകുന്നതിനാണ് നമ്മൾ ടെലങ്കാറ്റേഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഡയലേറ്റഡ് ആയിട്ടുള്ള സ്മോൾ വെസൽസും നമ്മുടെ സ്മോൾ അന്യൂറിസംസും നമ്മുടെ ഫേസിൽ, ഫിംഗർ ടിപ്സിൽ, നേസൽ പാസേജിൽ, ലങ്സിൽ, GIT-ലൊക്കെ ഉണ്ട്. ഇത് മെയിൻലി പ്രസന്റ് ചെയ്യുന്ന മിക്കവാറും നോസ് ബ്ലീഡിലൂടെ ആയിരിക്കും ഈ ഒരു ഡിസീസ് അധികം പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. സോ അങ്ങനൊരു ഡിസീസാണ് എന്ത് HHT എന്ന് പറഞ്ഞത്. അതിൽ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആളുകൾ നോക്കിയപ്പം അവർക്കൊരു പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻസ് കണ്ട്. സോ അങ്ങനെ ഒരു പൾമിനറി ആർട്ടീരിയോ മാൽഫോർമേഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ആർട്ടീരിയൽ ഹൈപ്പോക്സീമിയ ഉണ്ടാകും. റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട്. ഓക്കെ. ബ്ലഡ് മിക്സിംഗ് ഉണ്ടായിട്ട് ആർട്ടീരിയൽ ഹൈപ്പോക്സീമിയ ഉണ്ടാകുന്നു. ആൻഡ് അത് കാരണം ഇറ്റ് പ്രിഡിസ്പോസ് ടു പാരഡോക്സിക്കൽ എംബോളിസം. ഓക്കെ. സോ ദിസ് വിൽ predispose to paradoxical embolism and it will again result in stroke or cerebral abscess. So ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ആളുകൾക്കും HHT ഉള്ള സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ആളുകളിലും എന്ത് കാണാറുണ്ടെന്ന് പറഞ്ഞു, ഈ ഒരു പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ ഉണ്ടായത് കാരണം ഈ ഒരു പേഷ്യൻ, നമ്മളിങ്ങനെ ഒരു പേഷ്യന്റിനെ സസ്പെക്ട് ചെയ്യണം, HHT ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്തിനു വേണ്ടി സ്ക്രീനിങ് ചെയ്തിരിക്കണം, ഈ പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ക്രീൻ ചെയ്തിരിക്കണം. ദെൻ ഇവരെങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, പ്രസന്റ് വിത്ത് റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്, എക്സ്പെഷ്യലി എപ്പിസ്റ്റാസിസ് ഓർ വിത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്തുകൊണ്ട് ഉണ്ടാകുന്നത്, ഈ മൾട്ടിപ്പിൾ ബ്ലീഡിങ്സ് ഉണ്ടാകുന്ന കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിട്ട് അവർ പ്രസന്റ് ചെയ്യാം. സോ പ്രസന്റ് വിത്ത് റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബ്ലീഡിംഗ് ആയിരിക്കും, എക്സ്പെഷ്യലി ഏതായിരിക്കും, നോസ് ബ്ലീഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നത്, ഇറ്റ് ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കാരണമായിരിക്കും. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞു. ഒരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്ന മാത്രമല്ല, അതിനെ ഫോളോ ചെയ്തിട്ട് റിമൂവൽ ഓഫ് ക്ലോട്ടും ടിഷ്യൂ റിപ്പയറും ഉണ്ടാകണം. അപ്പോഴായിരിക്കും നമ്മളൊരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുള്ളൂ. ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ എ കോംപ്ലെക്സ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ വാസ്കുലാർ എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നാച്ചുറൽ ആന്റി കൊയാഗുലൻസ്, ഫൈബ്രനോട്ടിക് എൻസൈം, ഇതിന്റെ ഒക്കെ ഒരു കോംപ്ലെക്സ് ഇന്ററാക്ഷൻ ആയിരിക്കും ഹീമോസ്റ്റാസിസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷനോ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് വന്നിട്ട് ഹെമറേജും അല്ലെങ്കിൽ ത്രോംബോസിസും ഒക്കെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചു. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്ന് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസും സെക്കൻഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സും. എന്താണ് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ, പ്രൈമറി ഹീമോസ്റ്റാസിസ് അതായത് ആദ്യം ഒരു ഇഞ്ചുറി ഉണ്ടായി ഇനീഷ്യലി ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, അതിനെയാണ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ അതിനെന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാവുന്നു, ഡിസോർഡർ ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. സോ ദി ഇനീഷ്യൽ ഫോർമേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് അത് ഫെയിൽ ആകുന്നു. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട്, ആ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. അത് എവിടെയൊക്കെ കണ്ടീഷൻ ഉണ്ടാകും, ഒന്നെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറവാണ്, ത്രോംബോസൈറ്റോപീനിയ, അല്ലെങ്കിലോ ആ പ്ലേറ്റ്ലെറ്റ് ഫ്ലഗ് ഫോർമേഷന് വേണ്ട ഫാക്ടർ ആയിട്ടുള്ള വോൺ വില്ലിബ്രൻ ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി, വോൺ വില്ലിബ്രൻ ഡിസീസ്, അല്ലെങ്കിലോ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷന് ഡിസോർഡർ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ വെസൽ വാൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഡിസീസസ് അഫക്റ്റിംഗ് വെസൽ വാൾ. ഈ 4 കണ്ടീഷനിലായിരിക്കും ഈ പ്രൈമറി ഹീമോസ്റ്റാസിസ് നടക്കാണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് വെസൽ വാൾ ഡിസീസസ്, അതിന് നമുക്ക് രണ്ടായിട്ട് പഠിക്കാം. കൺജനൈറ്റലുണ്ട്, അക്വൈർഡ് ഉണ്ട്. കൺജനൈറ്റൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് HHT, ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്കാറ്റേഷ്യ. അക്വേർഡിന് എക്സാമ്പിൾ എന്താണ്, വാസ്കുലൈറ്റിസ്. വാസ്കുലൈറ്റിസ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽ വിൽ സ്റ്റഡി ഇൻ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്. ദെൻ എന്താണ് ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്കാറ്റേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനന്റ്ലി ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ ടെലങ്കാറ്റേഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഡയലേറ്റഡ് വെസൽസ് ഉണ്ടായിരിക്കും, ഡയലേറ്റഡ് സ്മോൾ വെസൽസ് സ്കിന്നിലും മ്യൂക്കസ് മെമ്പറിലും ഉണ്ടാകുന്ന കണ്ടീഷനാണത്. അപ്പം ഈ കണ്ടീഷൻ HHT-യിൽ എന്തൊക്കെ ഉണ്ടാകുന്നു, ഈ ഡയലേറ്റഡ് വെസൽസ് ഉണ്ടായിരിക്കും, സ്മോൾ അനൂറിസംസും ഉണ്ടായിരിക്കും. അനൂറിസം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് റപ്ചർ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും, ഇവൻച്വലി ബ്ലീഡിംഗ് ഉണ്ടാവും അല്ലേ. സോ സ്മോൾ ഡയലേറ്റഡ് വെസൽസ് ഉണ്ടായിരിക്കും, പ്ലസ് അനൂറിസംസ് ഉണ്ടായിരിക്കും. എവിടെയൊക്കെ ആയിരിക്കും മെയിൻലി കാണുന്നത്, ഫേസിൽ, ഫിംഗർ ടിപ്സിൽ, ടങ്ങിൽ,
നേസൽ പാസേജ്, ഞാൻ പറഞ്ഞു പ്രസന്റേഷൻ അധികവും നോസ് ബ്ലീഡ് ആയിട്ടായിരിക്കും. സോ നേസൽ പാസേജിൽ, ലങ്സിൽ, GIT-ലൊക്കെ ഉള്ള സ്മോൾ അനൂറിസംസ് അല്ലെങ്കിൽ ഡയലേറ്റഡ് സ്മോൾ വെസൽസ് ആയിട്ടായിരിക്കും ഈ കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളിലും എന്തുണ്ടാകേണ്ടതെന്ന് പറഞ്ഞു, ഈ HHT ഉള്ള ആളുകളിൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷനകത്തും ഒരു പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻസ് കണ്ടുവരാറുണ്ട്. സോ ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് സ്ക്രീൻ ഫോർ പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്തിരിക്കണം. ഇവരുടെ പ്രസന്റേഷൻ എങ്ങനെ ആയിരിക്കും? റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബ്ലീഡിംഗ്, എസ്പെഷ്യലി നോസ് ബ്ലീഡ്, അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ ആയിട്ടായിരിക്കും ഇവരുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കുക. സോ ദിസ് ഈസ് അബൌട്ട് HHT. ദെൻ അടുത്ത രണ്ട് ഡിസീസുകൾ പറയാണ്. ഒന്നാണ് എലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം. എലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം ഇത് ഒരു റെയർ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡേഴ്സ് ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിഫക്റ്റ് ഇൻ ദ ടൈപ്പ് 3 കൊളാജൻ. ടൈപ്പ് 3 കൊളാജന്റെ ഡിഫക്റ്റ് കാരണം ബ്ലഡ് വെസൽസും ഓർഗൻ മെമ്പറും ഒക്കെ ഫ്രജൈൽ ആയിരിക്കും. ടൈപ്പ് 3 കൊളാജൻ, ഓക്കെ, ബ്ലഡ് വെസൽസ് ആൻഡ് ഓൾ ഇറ്റ് നീഡഡ് ഇസ് കൊളാജൻ വേണം നമുക്ക്. സോ ടൈപ്പ് 3 കൊളാജന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ? ബ്ലഡ് വെസൽസും ഓർഗൻ മെമ്പറേനും ഒക്കെ വന്നിട്ട് ഫ്രജൈൽ ആയിരിക്കും. ഇവഞ്ച്വലി എന്ത് സംഭവിക്കും? ബ്ലീഡിങ്ങും ഓർഗൻ റപ്ചറും ഉണ്ടാകും. സോ ആ കണ്ടീഷനാണ് എലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം. എലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം അല്ലെങ്കിൽ എലേഴ്സ് ഡാൻലോസ് ഡിസീസ് ഒരു റെയർ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. ഡിഫക്റ്റ് ഇൻ ദ ടൈപ്പ് 3 കൊളാജൻ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡ് വെസൽസും ഓർഗൻ മെമ്പറേനും ഫ്രജൈൽ ആയിരിക്കും, വിച്ച് വിൽ റിസൾട്ട് ഇൻ ബ്ലീഡിങ് ആൻഡ് ഓർഗൻ റപ്ചർ. അടുത്ത സ്കർവി. സ്കർവി എന്താണ്? വൈറ്റമിൻ സി ഡെഫിഷ്യൻസി അല്ലേ? സോ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് സംഭവിക്കും? വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ കൊളാജൻ സിന്തസിസിന് ആവശ്യമാണ്. സോ ഇറ്റ് അഫക്ട് ദ നോർമൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നോർമൽ സിന്തസിസ് ഓഫ് കൊളാജനെ അത് അഫക്ട് ചെയ്യുന്നു, വിച്ച് വിൽ റിസൾട്ട് ഇൻ അഗെയിൻ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. ഓക്കെ, സോ ബ്ലീഡിങ് ഡിസോർഡേഴ്സിനകത്ത് നമ്മൾ പഠിച്ചു. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. അതിനകത്ത് തന്നെ നമ്മൾ വെസൽ വാൾ അബ്നോർമാലിറ്റീസിനെ പറ്റി പറഞ്ഞു, ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്ക്ലേഷ്യയെ പറ്റി പറഞ്ഞു, എലേഴ്സ് ഡാൻലോസ് ഡിസീസ്. എലേഴ്സ് ഡാൻലോസ് ഡിസീസ് എന്തായിരിക്കും? ഒരു റെയർ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആയിരിക്കും. ടൈപ്പ് 3 കൊളാജന്റെ ഡെഫിഷ്യൻസി കാരണമായിരിക്കും ഉണ്ടാകുന്നത്. സോ ടൈപ്പ് 3 കൊളാജൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബ്ലഡ് വെസൽസും ഓർഗൻ മെമ്പറേനും ഒക്കെ ഫ്രജൈൽ ആയിരിക്കും. ഫ്രജൈൽ മീൻസ് പെട്ടെന്ന് തന്നെ റപ്ചർ ആവും അല്ലേ? സോ അത് കാരണം ബ്ലീഡിങ്ങും ഓർഗൻ റപ്ചറും ഉണ്ടാകാം. സ്കർവിയിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആയിരിക്കും. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്ക് അത് നോർമൽ സിന്തസിസ് ഓഫ് ദ കൊളാജനെ അഫക്റ്റ് ചെയ്യുന്നു, റിസൾട്ട് ഇൻ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. ദെൻ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡേഴ്സ്. സോ എന്തൊക്കെയായി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആ പ്രൈമറി പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ്റെ ഡെഫിഷ്യൻസീസ് പറഞ്ഞു അല്ലേ? ഒന്നെങ്കിൽ അവിടെ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കുന്ന കാരണമായിരിക്കാം, അല്ലെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ കുറവ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ വെസൽ വാളിന്റെ കുഴപ്പമായിരിക്കും. സോ വെസൽ വാളിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ. പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡേഴ്സിനകത്ത് തന്നെ വീണ്ടും നമുക്ക് ത്രോംബോസൈറ്റോപീനിയ ഉണ്ട്, അല്ലെങ്കിൽ കൺജനറ്റലോ അല്ലെങ്കിൽ അക്വയർഡ് അബ്നോർമാലിറ്റീസ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ കാരണമായിരിക്കും. എന്തൊക്കെയായിരിക്കും പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡറിൽ വരുന്നത്? പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ എഗെയിൻ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ത്രോംബോസൈറ്റോപീനിയ, നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കാരണമാകാം, അല്ലെങ്കിൽ കൺജനിറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് അബ്നോർമാലിറ്റീസ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ കാരണമാകാം. ഓക്കെ, സോ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ എഗെയിൻ നമുക്ക് രണ്ടായിട്ട് പറയാം. അവിടെ നമ്മൾ ഒന്നുകിൽ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറയുന്നു, അല്ലെങ്കിലോ അതിന്റെ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് സംഭവിക്കുന്നു. അത് കൺജനറ്റൽ ആയിട്ടും ആകാം, അക്വയർഡ് ആയിട്ടും ആകാം. മോസ്റ്റ് കോമൺ അക്വയർഡ് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ ഇയാക്ട്രോജനിക് ആയിരിക്കും. ഓക്കെ, മോസ്റ്റ് കോമൺ അക്വയർഡ് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡേഴ്സ് ഇയാക്ട്രോജനിക് ആയിരിക്കും. അത് ഫ്രം ദ യൂസ് ഓഫ് ആസ്പിരിൻ, ക്ലോപ്പിഡ്രോപ്പ് പോലുള്ള ഡ്രഗ്സ് ഇല്ല, അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് വീണ്ടും ആ ആർട്ടീരിയൽ ട്രോംബോസിസ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗാണ് ഈ ആസ്പിരിനും ക്ലോപ്പിഡോളും ഒക്കെ. അത് അങ്ങനെയുള്ള ഡ്രഗ്സ് എടുക്കുന്ന കാരണമായിരിക്കും ഈ ഒരു അബ്നോർമാലിറ്റീസിന്റെ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഉണ്ടാകുന്നത്. സോ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ അത് ത്രോംബോസൈറ്റോപീനിയ, എണ്ണം കുറയുന്ന കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന കാരണം ഉണ്ടാകാം. സോ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കൺജനറ്റലും അക്വയർഡും. സോ അക്വയർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് അക്വയർഡ് abnormalities in the platelet function is iatrogenic ആയിരിക്കും. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. സോ അത് മെയിൻലി ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ആസ്പിരിൻ ആൻഡ് ഓൾ. അതായത് ഡ്രഗ് നമ്മൾ ആർട്ടീരിയൽ ട്രോംബോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ഇല്ലേ, ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ്, അത് എടുക്കുന്ന കാരണമായിരിക്കും ഈ ഒരു പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഡിസോർഡർ ഉണ്ടാകുന്നത്.
ഇനി ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോൾ അത് റെയർ ആയിരിക്കും. ഇൻഹെറിറ്റഡ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ് റെയർ ആയിരിക്കും. അത് രണ്ട് തരത്തിലുണ്ടാകാം. ഒന്നെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ ഇല്ലേ, പ്ലേറ്റ്ലെറ്റ് മെമ്പറൈൻ ഡെഫിഷ്യൻസി ഓഫ് ദ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ അത് കാരണം ഉണ്ടാകാം. അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിനകത്തുള്ള ഗ്രാനുൾസ് അതിന് ഡിഫക്റ്റീവ് ഉണ്ടെങ്കിലും ഉണ്ടാകാം. ഓക്കെ, സോ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡർ രണ്ട് തരത്തിൽ പറഞ്ഞു. ഒന്നുകിൽ നമ്പർ കുറയുന്ന കാരണമായിരിക്കും, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന കാരണമായിരിക്കും. ഇനി പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അക്വയർഡും കൺജനൈറ്റലും. അക്വയർഡ് എന്താണ്? ഇയാട്രോജനിക് ആയിരിക്കും. ഈ ത്രോംബോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡ്രഗ്സ്, അതായത് ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് എടുക്കുന്ന കാരണമായിരിക്കും മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റഡ് റെയർ ആണ്. ഇൻഹെറിറ്റഡ് തന്നെ വീണ്ടും രണ്ട് തരത്തിലുണ്ടാകാം. ഒന്നെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിനകത്തുള്ള ഗ്രാന്യൂൾസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ആയിരിക്കും പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡർ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ത്രോംബോസൈറ്റോപീനിയ. നമ്മൾ അനീമിയ പഠിച്ചപ്പം, ലുക്കീമിയ പഠിച്ചപ്പം, മൾട്ടിപ്പിൾ മൈലോമ പഠിച്ചപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു ആ കണ്ടീഷനിലെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ അളവും കുറയുന്നുണ്ട്. ലുക്കീമിയ, മൾട്ടിപ്പിൾ മൈലോമ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലുക്കീമിയയിലൊക്കെ നമ്മൾ പറഞ്ഞു RBC കുറയും, WBC കുറയും, പ്ലേറ്റ്ലെറ്റ് കുറയും. സോ ഒരു ഡിഫറെന്റ് ഒരു കുറേ കണ്ടീഷൻസിനകത്ത് നമുക്ക് ത്രോംബോസൈറ്റോപീനിയ കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഇഡിയോപതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ. എന്താണ് ഇഡിയോപതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ? ഇതൊരു ഓട്ടോ ആന്റിബോഡി മീഡിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ആൻ ഓട്ടോ ആന്റിബോഡീസ് ആയിരിക്കും. മോസ്റ്റ് ഓഫൺ ഈ ഓട്ടോ ആന്റിബോഡി എന്തിന് എഗെയിൻസ്റ്റ് ആയിരിക്കും? എഗെയിൻസ്റ്റ് ദ പ്ലേറ്റ്ലെറ്റ് മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ. ഈ ഓട്ടോ ആന്റിബോഡീസ് എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഉള്ളത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഉള്ളത്. സോ അതെന്ത് പറ്റും, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് അപ്പം സെൻസിറ്റൈസ് ആവും ആൻഡ് പെട്ടെന്ന് തന്നെ അത് സർക്കുലേഷനിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകും. അതായത് അതിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും ഏർലി ആയിട്ട്. സോ ഇഡിയോപതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറഞ്ഞാൽ ഓട്ടോ ആന്റിബോഡീസ് ഫോം ചെയ്യുന്നു. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും? പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. സോ ദിസ് പ്ലേറ്റ്ലെറ്റ് വിൽ ഗെറ്റ് സെൻസിറ്റൈസ്ഡ്. അതിന്റെ റിമൂവൽ, നമ്മുടെ പെരിഫറൽ സർക്കുലേഷനിൽ നിന്ന് അതിന്റെ റിമൂവൽ കുറച്ചും കൂടെ പ്രിമച്വർ ആയിട്ട് റിമൂവൽ ഓഫ് ദ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകും. ഓക്കെ, അതാണ് ഇഡിയോപതിക് ത്രോംബോസൈറ്റിക് പർപ്യൂറ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിഗ്രി ഓഫ് ത്രോംബോസൈറ്റോപീനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ഡിഗ്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി നോക്കുവാണെങ്കിൽ ഒരു 2 ലാഖിനൊക്കെ താഴെയാണെങ്കിലായിരിക്കും സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ടിപ്പിക്കലി ഓഫ്കോഴ്സ് വെൻ ദ പേഷ്യന്റ് പ്ലേറ്റ്ലെറ്റ് ലെവൽ ഈസ് ലെസ് ദാൻ 2 ലാഖ് സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. ഇനി 2 ലാഖിനൊക്കെ മേലെയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാകും. ഈസിലി ബ്രൂയിസിങ്ങോ എപ്പിസ്റ്റാസിസോ അല്ലെങ്കിൽ മെനറേജ് ഒക്കെ ആയിട്ടായിരിക്കും കാണാറുള്ളത്. ഓക്കെ, ആൻഡ് ഫീമെയിൽസ് ആയിരിക്കും മോസ്റ്റ്ലി, എസ്പെഷ്യലി ഇൻ അഡൽറ്റ് ഫീമെയിലായിരിക്കും മോർ എഫക്റ്റീവ്. അതിൻ്റെ ഒരു ഓൺസെറ്റ് നോക്കുവാണെങ്കിൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. സോ ത്രോംബോസൈറ്റോപീനിയ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് കണ്ടീഷൻ നമ്മൾ കാണുമെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ എടുത്ത് പഠിക്കുന്നതാണ് ITP, ഇഡിയോപതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ. ഇതൊരു ഓട്ടോ ആന്റിബോഡി മീഡിയേറ്റഡ് ഡിസീസ് ആയിരിക്കും. ഓട്ടോ ആന്റിബോഡീസ് സ്വന്തമായിട്ടുള്ള സെൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഓട്ടോ ആന്റിബോഡീസ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. സോ ദ പ്ലേറ്റ്ലെറ്റ് വിൽ ഗെറ്റ് സെൻസിറ്റൈസ്ഡ് ആൻഡ് അത് ഏർലി ആയിട്ട് അതിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ഇറ്റ് വിൽ ബി പ്രിമച്വർലി റിമൂവ് ഫ്രം ദ സർക്കുലേഷൻ. ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ത്രോംബോസൈറ്റോപീനിയ. പ്ലേറ്റ്ലെറ്റിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. 2 ലാഖിലൊക്കെ താഴെയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്പോണ്ടേനിയസ് ബ്ലീഡിങ് ആൻഡ് ഓൾ. അതിന് മേലോട്ടാണെങ്കിൽ നമ്മുടെ ബ്രൂയിസിങ്, ഈസിലി ബ്രൂയിസിങ്ങും അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ്, മെനറേജ് ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഫീമെയിൽ ആയിരിക്കും മോർ എഫക്റ്റീവ്. ഒരു ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും ഡിസീസിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, അപ്പൊ നമ്മൾ എന്താണ് ഇതുവരെയ്ക്കും പറഞ്ഞു വന്നത്? ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനകത്ത് നമുക്ക് രണ്ടായിട്ട് പഠിക്കാന്ന് പറഞ്ഞു. ഡിസോർഡേഴ്സ് ഓഫ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. പ്രൈമറി ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ പ്രൈമറി പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഡിസോർഡർ ആയിട്ട് ഉണ്ടാകാം. ഇനി പ്രൈമറി ഹീമോസ്റ്റാസിസ് ഡിസോർഡേഴ്സിനകത്ത് ഒന്നെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ വോൺ വില്ലിബ്രാൻ ഡിസീസ് കാരണം ഉണ്ടാകാം, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ എന്തെങ്കിലും ഡിസോർഡർ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ വെസൽ വോൾ എന്തെങ്കിലും ഡിസീസ് കാരണം ഉണ്ടാകാം. ഈ 4 കണ്ടീഷൻസ് ആണ് നമ്മൾ പിന്നെ പറഞ്ഞത്. വെസൽ വോളുള്ള അബ്നോർമാലിറ്റീസ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, കൺജനൈറ്റലും അക്വയർഡും. കൺജനൈറ്റിനകത്തുള്ളതാണ് HHT. അക്വയർഡിനകത്ത് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. കൺജനൈറ്റൽ വേറെയുണ്ട്. കൺജനൈറ്റൽ എക്സാമ്പിൾ ആണ് HHT, അക്വയർഡിന് എക്സാമ്പിൾ വാസ്കുലൈറ്റിസ്. ഇനി എന്താണ് HHT? ഹെറിഡിറ്ററി ഹെമറേജിക് ടെലങ്ക്ടേഷ്യ ആയിരിക്കും. അതായത് ഒരു ഡോമിനന്റ്ലി ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഡിസീസ് ആയിരിക്കും.
നമ്മുടെ ഫേസിൽ, ഫിംഗർ ടിപ്പിൽ, നേസൽ പാസേജിൽ, ലങ്സിൽ, GIT-ലൊക്കെ സ്മോൾ അനൂറിസംസും ഡെലങ്ക്യൂട്ടേഷൻ കാണാൻ സാധിക്കും. ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ആളുകൾ എന്തുണ്ടായിരുന്നു, ഈ HST ഉള്ള ആളുകളിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ആളുകളിലും പൾമിനറി ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും, ക്ലിനിക്കൽ പ്രസന്റേഷൻ റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബ്ലീഡ്, എസ്പെഷ്യലി നോസ് ബ്ലീഡ് ആയിട്ടും അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിട്ടൊക്കെ ആയിരിക്കും. കാര്യം GIT ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പുറമേ ഒരു ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ അറിയില്ല. സോ GIT ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇങ്ങനെയായിരിക്കും പേഷ്യന്റിന്റെ പ്രസന്റേഷൻ HST-യിൽ ഉണ്ടാവുന്നത്. ദെൻ എലേഴ്സ് ഡാൻലോസ് ഡിസീസ്. എലേഴ്സ് ഡാൻലോസ് ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്, അഗെയിൻ ടൈപ്പ് 3 കൊളാജന്റെ ഡെഫിഷ്യൻസി കാരണം ഫ്രജൈൽ ആകും. ബ്ലഡ് വെസൽസും ഓർഗൻ മെമ്പറിനും ഒക്കെ ഫ്രജൈൽ ആയിട്ട് ഈസിലി ബ്ലീഡിങ് ആൻഡ് ഓർഗൻ റപ്ചർ ഉണ്ടാകും. സ്കർവിയിലെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി അഗെയിൻ കൊളാജൻ സിന്തസിസിനെ എഫക്ട് ചെയ്യുന്നു. അത് കാരണം ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും സ്കർവി. ദെൻ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്. ഫംഗ്ഷൻ ഡിസോർഡേഴ്സ് അഗെയിൻ രണ്ട് കാരണം കൊണ്ടുണ്ടാകാം. ഒന്നുകിൽ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറയുന്ന കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷണൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന കാരണം ഉണ്ടാകാം. ഈ ഫംഗ്ഷണൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം. ഒന്നുകിൽ അക്വയർഡ് അല്ലെങ്കിൽ കഞ്ചനൈറ്റൽ. കഞ്ചനൈറ്റലിനകത്ത് റെയർ ആയിരിക്കും എന്ന് പറഞ്ഞു. ആ റെയറിന്റെ റീസൺ അത് കഞ്ചനൈറ്റലിന്റെ റീസൺ എന്തായിരിക്കും, അത് റെയർ ആണ്. ഒന്നുകിൽ അതിന്റെ നമ്മുടെ ആ പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന കാരണം, അല്ലെങ്കിൽ അതിന്റെ പ്ലേറ്റ്ലെറ്റ് ഗ്രാനുൾസിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടാകുന്ന കാരണം. അതായിരിക്കും കഞ്ചനൈറ്റൽ കോസ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡർ. അക്വയർഡ് ആണെങ്കിൽ അതായിരിക്കും മോസ്റ്റ് കോമൺ. യാട്രോജനിക് ആയിരിക്കും. നമ്മൾ ആർട്ടീരിയൽ ത്രോംബോസിസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഡ്രഗ്സ് ലൈക്ക് ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷനെ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കാം. ദെൻ നമ്മൾ ത്രോംബോസൈറ്റോപീനിയക്കകത്ത് ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപീനിക് പെർഫ്യൂർ എന്താണെന്ന് പഠിച്ചു. ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, പ്ലേറ്റ്ലെറ്റിന്റെ മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കുന്നത്. That sensitizes the platelets and it will result in removal of the platelets. അതായത് destruction of these platelets ഉണ്ടാവും. ഏർലി പ്രിമച്ചുർ ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് റിമൂവൽ ഉണ്ടാവും സർക്കുലേഷനിൽ നിന്ന്. ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, ഡിപ്പെൻഡ് അപ്പോൾ ത്രോംബോസൈറ്റോപീനിയ ആയിരിക്കും നമുക്ക് അതിന്റെ സിംറ്റംസ് അറിയാൻ പറ്റുന്നത്. വളരെ കുറവാണ് പ്ലേറ്റ്ലെറ്റിന്റെ ലെവൽ എന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകും. അതിന് അത്ര ഒരു 2 ലാഖിനൊക്കെ മേലോട്ടാണെങ്കിൽ ഒരു ബ്രൂയിസിങ് അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ് അല്ലെങ്കിൽ ഒരു മെനറേജ് ആയിട്ടൊക്കെ ആയിരിക്കും പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. ഫീമെയിൽസ് ആയിരിക്കും മോർ അഫക്റ്റഡ് ഇൻ അഡൽറ്റിനകത്ത് ഒരു ഇൻസീരിയസ് ഓൺസെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ നമ്മൾ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സിലേക്ക് പോവാണ്. കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് എന്നിട്ട് കൺജനൈറ്റൽ ഇറ്റ് മേ ബി കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് ആയിരിക്കാം. ഓക്കെ, സോ കൺജനൈറ്റലിനകത്ത് നോക്കുവാണെങ്കിൽ മേജർലി ബൈ വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ. അതായത് നമുക്ക് ഇൻഹെറിറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡറിനകത്ത് മോസ്റ്റ് കോമൺ ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും. ഹീമോഫിലിയ A and B അഗെയിൻ കൺജനൈറ്റൽ ഡിസോർഡർ. മോസ്റ്റ് കോമൺ സിംഗിൾ കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണെങ്കിൽ ഹീമോഫിലിയ ആയിരിക്കും. സോ കൊയാഗുലേഷൻ ഡിസോർഡർ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്വയർഡ്. കൺജനൈറ്റൽ നോക്കുകയാണെങ്കിൽ ഹീമോഫിലിയ ആൻഡ് വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും. വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ. മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ ഏതായിരിക്കും, വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും. ആ സമയത്ത് മോസ്റ്റ് കോമൺ സിംഗിൾ കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസി കാരണമുള്ള ബ്ലീഡിംഗ് ഡിസോർഡർ ഏതായിരിക്കും, ഹീമോഫിലിയ A and B ആയിരിക്കും. ഇനി അക്വയർഡ് കൊയാഗുലേഷൻ. അഗൈൻ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു കൺജനൈറ്റലും അക്വയർഡും ഉണ്ട്. കൺജനൈറ്റലാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസും ഹീമോഫീലിയയും വരുന്നത്. ഇനി അക്വയർഡ് എന്തൊക്കെ കാരണം ഉണ്ടാകാം, ഒന്നുകിൽ പ്രൊഡക്ഷൻ കുറയുന്നു, എന്തിന്റെ നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കുറയുന്നു. ലിവറിലാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, ലിവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. സോ അണ്ടർ പ്രൊഡക്ഷൻ. കൺസപ്ഷൻ കൂടുന്നു, എവിടെ നമ്മൾ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ പോലുള്ള കണ്ടീഷൻ. ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷനകത്ത് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കൊയാഗുലേഷൻ പാത്വേ ഒക്കെ എക്സസീവ് ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ട് കൊയാഗുലേഷൻ നടന്നുകൊണ്ടിരിക്കും. സോ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ എക്സസ് ആയിട്ട് യൂസ് ആകും. സോ ഇൻക്രീസ്ഡ് കൺസപ്ഷൻ. അല്ലെങ്കിൽ ഇൻഹിബിഷൻ ഓഫ് ഫംഗ്ഷൻ. ഇപ്പോൾ ഹെപ്പാരിൻ തെറാപ്പി നമ്മുടെ കൊയാഗുലേഷൻ ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഹെപ്പാരിൻ തെറാപ്പി ഒക്കെ പോലുള്ള തെറാപ്പി കൊടുത്തിട്ട് ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. കൊയാഗുലേഷൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഇൻഹിബിറ്റേഴ്സ് ഓഫ് കൊയാഗുലേഷൻ ലൈക്ക് അക്വയർഡ് ഹീമോഫിലിയ. ഇമ്മ്യൂൺ ഇൻഹിബിറ്റേഴ്സ് ഓഫ് കൊയാഗുലേഷൻ, ഈ 4 കാരണങ്ങൾ കാരണമായിരിക്കും അക്വയർഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. സോ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് അക്വയർഡും ഉണ്ട് കൺജനൈറ്റലും ഉണ്ട്. കൺജനൈറ്റൽ മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ബ്ലീഡിംഗ് ഡിസോർഡർ ഏതായിരിക്കും, വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും.
ഒരു കൊയാഗുലേറ്ററി ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ ഡിസീസസ് നോക്കുകയാണെങ്കിൽ ഹീമോഫീലിയ ആയിരിക്കും. ഇനി അക്വയർഡ് നോക്കുകയാണെങ്കിൽ അക്വയർഡിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നുകിൽ പ്രൊഡക്ഷൻ കുറയുന്നു, റൈറ്റ്, ലിവർ ഫെയിലിയർ, ലിവറിലാണല്ലോ ഇതിന്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഒക്കെ. സോ പ്രൊഡക്ഷൻ കുറയുന്നു, അണ്ടർ പ്രൊഡക്ഷൻ, ലിവർ ഫെയിലിയർ കാരണം, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്ഷൻ കൂടുന്നു, യൂസേജ് കൂടുന്നു, ലൈക്ക് ഇൻ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ഇൻഹിബിഷൻ നടക്കുന്നു, ലൈക്ക് ഇൻ ഹെപ്പാരിൻ തെറാപ്പി എടുക്കുന്നവർക്കൊക്കെ ഫംഗ്ഷൻ ഇൻഹിബിഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദിസ് കൊയാഗുലേഷൻ ലൈക്ക് അക്വേർഡ് ഹീമോഫീലിയയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ഇമ്മ്യൂൺ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദിസ് കൊയാഗുലേഷൻ കാരണവും നമുക്ക് അക്വയർഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ഓക്കെ, ഇനി നമ്മൾ ഹീമോഫീലിയ, രണ്ട് തരത്തിൽ നമുക്ക് ഹീമോഫീലിയ പറയാം. ഒന്ന് ഹീമോഫീലിയ എയും ഹീമോഫീലിയ ബിയും. ഹീമോഫീലിയ എ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫാക്ടർ 8 ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ഹീമോഫീലിയ എ ഉണ്ടാകുന്നത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മോസ്റ്റ് കോമൺ കൺജനറ്റൽ കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസി ഏതായിരിക്കും? ഹീമോഫീലിയ എ ആയിരിക്കും. ഇനി ഹീമോഫീലിയ എ വന്നിട്ട് പറഞ്ഞു ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ ഹീമോഫീലിയ ബി ഈസ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9. അതിനെ നമ്മൾ ക്രിസ്മസ് ഡിസീസ് എന്നായിരിക്കും പറയുന്നത്. നോർമലി വന്നിട്ട് ഇവരുടെ ഡിഫറൻസിയേഷൻ നമുക്ക് സിംറ്റമാറ്റിക്കലി അത് അത്ര പോസിബിൾ ആയിരിക്കത്തില്ല. അത് ഹീമോഫീലിയ എ ആൻഡ് ബി തമ്മിൽ സിംറ്റമാറ്റിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും ബിറ്റ്വീൻ ഹീമോഫീലിയ എ ആൻഡ് ബി. ആൻഡ് കമ്പാരിറ്റീവ്ലി ഹീമോഫീലിയ ബി വന്നിട്ട് ലെസ് കോമൺ ആയിരിക്കും. സോ ഹീമോഫീലിയ എ എന്തുകൊണ്ടായിരിക്കും? ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 8 ആണെങ്കിൽ ഹീമോഫീലിയ ബി ഈസ് ബിക്കോസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9 ആയിരിക്കും. അതിനെ ക്രിസ്മസ് ഡിസീസ്, ഫാക്ടർ 9 ഇസ് ക്രിസ്മസ് ഫാക്ടർ, സോ ക്രിസ്മസ് ഡിസീസസ് എന്ന് തന്നെ പറയാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്. വോൺ വിലിബ്രാൻഡ് ഡിസീസ് ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആയിരിക്കും. ഇതും കോമൺ ആണ്, പക്ഷേങ്കിൽ ഒരു മൈൽഡ് ബ്ലീഡിംഗ് ഡിസോർഡർ ആയിരിക്കും വോൺ വിലിബ്രാൻഡ് ഡിസീസ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ, ആക്ച്വലി വോൺ വിലിബ്രാൻഡ് ഫാക്ടർ വന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഫാക്ടർ 8നെയും ക്യാരി ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, ഇനീഷ്യലി ഉള്ള പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷന് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആവശ്യമാണ്. ഓക്കെ, ഫോർ carrying factor 8 as well as that platelet plug formation, this von Willebrand factor is needed. അത് കാരണം തന്നെ എന്ത് സംഭവിക്കും? ഇതിന് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനെയും ഇൻവോൾവ് ചെയ്യുന്നു, കൊയാഗുലേഷനെ ഇൻവോൾവ് ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനെ അഫക്ട് ചെയ്യുന്നു, ഓൾസോ ഇറ്റ് വിൽ അഫക്ട് ദ കൊയാഗുലേഷൻ ഡിസോർഡറും ഉണ്ടാക്കുന്നു. സോ വോൺ വിലിബ്രാൻഡ് ഡിസീസ് ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് പറഞ്ഞു. കോമൺ ആയിരിക്കും, പക്ഷെ ഒരു മൈൽഡ് ബ്ലീഡിംഗ് ഡിസോർഡർ ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതിന് രണ്ട് തരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടാകും. ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിഷ്യൻസിയും ക്വാളിറ്റേറ്റീവ് ഡെഫിഷ്യൻസി ഉണ്ടാകും. ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്? അതിന്റെ ക്വാണ്ടിറ്റി സിന്തസിസ് കുറയുന്നു. ക്വാളിറ്റേറ്റീവ് എന്താ? ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ അഫക്റ്റഡ് ആണ്. ഓക്കെ, സോ രണ്ട് തരത്തിലുള്ള ഡെഫിഷ്യൻസി. ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിഷ്യൻസി കാരണം സിന്തസിസ് ഉണ്ടാവുന്നില്ല. ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ എന്താണ്? അവിടെ സിന്തസിസ് ഉണ്ട്, ബട്ട് അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കുന്നില്ല. ഫംഗ്ഷൻ എവിടെയൊക്കെയാന്ന് പറഞ്ഞു? ഒന്ന് നമ്മളുടെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനും ദെൻ in the coagulation by this factor 8ന്റെ ഹെൽപ്പോടെ കോയാഗുലേഷൻ. സോ ഇതിന് രണ്ടിനും എന്ത് ആവശ്യമാണ്? വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആവശ്യമാണ്. സോ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്. സോ ഇത്ര ആയിരിക്കും നമ്മൾ കോയാഗുലേറ്ററി അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനകത്ത് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ഹീമോസ്റ്റാസിസ്. ഹീമോസ്റ്റാസിസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹീമോസ്റ്റാസിസിന് എന്തൊക്കെ വേണം? ഒരു ബ്ലോക്ക്, എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത് ആ ഏരിയയിൽ മാത്രമായിരിക്കണം ക്ലോട്ട് സംഭവിക്കേണ്ടത്. അതിനുശേഷം ഫോളോഡ് ബൈ റിമൂവൽ ഓഫ് ദ ക്ലോട്ട് ആൻഡ് ടിഷ്യൂ റിപ്പയർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഫുൾ പ്രോസസ്സിനെയാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ സമയത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നതിനെ അല്ല, അവിടെ ക്ലോട്ട് ഉണ്ടായി, അതിനുശേഷം ആ ബ്ലീഡിങ് സ്റ്റോപ്പായി കഴിഞ്ഞിട്ട് ആ ക്ലോട്ടിന്റെ റിമൂവലും നടക്കണം, ടിഷ്യൂ റിപ്പയറും സംഭവിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോസസ്സിനെ ഒരു സക്സസ്ഫുൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുള്ളൂ. ഇനി ഈ ഒരു ഹീമോസ്റ്റാസിസിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കുറേ ഒരു കോംപ്ലക്സ് ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. എന്തിൻ്റെയൊക്കെ തമ്മിൽ? വാസ്കുലർ എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, നാച്ചുറൽ ആന്റി കൊയാഗുലന്റ്, ഫൈബ്രിനോലൈറ്റിക് എൻസൈം, ഇതിനൊക്കെ തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻ, ഒരു കോംപ്ലക്സ് ഇന്ററാക്ഷൻ ആയിരിക്കും ഈ ഹീമോസ്റ്റാസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് എവിടെയെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലേക്ക് പോകും. ഹെമറേജോ അല്ലെങ്കിൽ ത്രോംബോസിസോ ഫോം ചെയ്യും. ഓക്കെ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. ഒന്ന് പ്രൈമറി ഹീമോസ്റ്റാസിസിൽ ഉണ്ടാകുന്ന ഡിസോർഡർ, രണ്ട് കൊയാഗുലേഷൻ ഡിസോർഡർ. സോ പ്രൈമറി ഹീമോസ്റ്റാസിസ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. അത് എന്തൊക്കെ കാരണം ഉണ്ടാകാം? ഒന്നെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറവ് കാരണം, ത്രോംബോസൈറ്റോപീനിയ കാരണം, അല്ലെങ്കിൽ അവിടെ വേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷന് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഈസ് നീഡഡ്. ആ ഫാക്ടർ ഡെഫിഷ്യൻസി ആണെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഡിസീസസിനകത്ത് ഉണ്ടാകും.
അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ ഡിസോർഡേർഡ് ആണെങ്കിൽ, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ വെസൽ വാൾ ഡിസീസസിനകത്ത്. സോ വെസൽ വാൾ ഡിസീസ് നമ്മൾ പറഞ്ഞു കൺജനൈറ്റലും അക്വയർഡും ഉണ്ട്. കൺജനൈറ്റ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ഹെറിഡിറ്ററി ഹെമറജിക് ടെലങ്ടേഷ്യ ആൻഡ് അക്വയർഡ് ആയിരിക്കും വാസ്കുലൈറ്റിസ്. സോ എന്താണ് ഹെറിഡിറ്ററി ഹെമറജിക് ടെലങ്ടേഷ്യ നമ്മൾ പറഞ്ഞു, ഒരു ഹെറിഡിറ്ററി ഡോമിനലി ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. കോമൺലി പ്രസന്റ് ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും, റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബ്ലീഡ് ഉണ്ടായിരിക്കും, എസ്പെഷ്യലി നോസ് ബ്ലീഡ് ആൻഡ് GIT ബ്ലീഡ്, അയൺ ഡെഫിഷ്യൻസി അനീമിയായിട്ടൊക്കെ ആയിരിക്കും പേഷ്യന്റിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു എലേഴ്സ് ഡാൻലോസ് ഡിസീസ്, ടൈപ്പ് 3 കൊളാജന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. അത് കാരണം എന്ത് സംഭവിക്കും, വെസൽ വാളും ഓർഗൻ മെമ്പറൈനും ഒക്കെ ഫ്രജൈൽ ആയിരിക്കും, ഈസിലി റപ്ചർ ഉണ്ടായിട്ട് ബ്ലീഡിങ്ങും ഓർഗൻ റപ്ചറും ഉണ്ടാകാമെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആയിരിക്കും. സോ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് കൊളാജന്റെ സിന്തസിസിനെ എഫക്ട് ചെയ്യുന്നു, നോർമൽ ആയിട്ടുള്ള കൊളാജൻ സിന്തസിസിനെ എഫക്ട് ചെയ്തിട്ട് again it will result in bleeding disorders ആയിരിക്കും. ഇനി പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, അതും എഗെയിൻ രണ്ടായിട്ട് പറയാം. ഒന്നെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറയുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നെ കുറയുന്നു. ഫംഗ്ഷൻ കുറയുന്നതിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അക്വേർഡും കൺജനിറ്റലും. അക്വേർഡ് ഇയാട്രോജനിക് ആയിരിക്കും, അതായത് നമ്മുടെ ഈ ഫൈബ്രിനോലൈറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഇല്ലേ, നമ്മള് ത്രോംബോ ഈ ഒരു പ്രാവശ്യം അറ്റാക്ക് ഒക്കെ വന്ന പേഷ്യന്റിന് വീണ്ടും ആ ഒരു ത്രോംബോസിസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആസ്പിരിൻ പോലുള്ള ഡ്രഗ്സ് എടുക്കുന്നവർക്ക് ഈ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡർ ഉണ്ടാകാം. അതായിരിക്കും മോസ്റ്റ് കോമൺ അക്വയർഡ് എന്ന് പറയുന്നത് ഇയാട്രോജനിക് ആയിരിക്കും. ഇനി കൺജനൈറ്റൽ എന്ത് കാരണം ഉണ്ടാകാം, ഒന്നെങ്കിൽ അതിന്റെ മെമ്പറൈൻ ഗ്ലൈക്കോപ്രോട്ടീൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രാനുവൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുന്നു. ഈ രണ്ട് കാരണമായിരിക്കും പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷന് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ത്രോംബോസൈറ്റോപീനിയക്ക് നമ്മൾ ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപീനിക് പെർഫ്യൂർ എന്താണെന്ന് പറഞ്ഞു. ഇതൊരു ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, ആ സെൽ മെമ്പറൈനിലുള്ള പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈനിലുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ആന്റിബോഡി ഉണ്ടാകുന്നത്. സോ എന്ത് ചെയ്യും, അത് സെൻസിറ്റൈസ്ഡ് ആയിട്ട് അതിന്റെ ഏർലി ആയിട്ട് അതിന്റെ ഡിസ്ട്രോയ് ഉണ്ടായി അത് പെട്ടെന്ന് തന്നെ സർക്കുലേഷനിൽ നിന്ന് പ്രിമച്ചർ ആയിട്ട് സർക്കുലേഷനിൽ തന്നെ റിമൂവൽ സംഭവിക്കും. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് ത്രോംബോസൈറ്റ് ITP എങ്ങനെ ആയിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ ത്രോംബോസൈറ്റോപീനിയ ആയിരിക്കും. മാസീവ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കും, നല്ല കുറവാണെങ്കിലും പ്ലേറ്റ്ലെറ്റ് വാല്യൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൂയിസിങ് ആയിട്ടും നോസ് ബ്ലീഡ് ആയിട്ടും അല്ലെങ്കിൽ മെനറോജി ആയിട്ടൊക്കെ ആയിരിക്കും പ്രസന്റേഷൻ ഉണ്ടായിരിക്കുന്നത്. ഫീമെയിലായിരിക്കും മോസ്റ്റ് കോമൺലി എഫക്റ്റഡ് എന്ന് പറഞ്ഞു, ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് എല്ലാം നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു, കൺജനൈറ്റലും അക്വയർഡും. കൺജനൈറ്റലിനകത്ത് നമ്മൾ പറഞ്ഞു വോൺ വിലിബ്രാൻഡ് ഡിസീസ്, ഹീമോഫീലിയ MVA. വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയിരിക്കും മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് വോൺ വിലിബ്രാൻഡ് ആയിരിക്കും. കൺഫ്യൂഷൻ ആയത് ഹീമോഫീലിയയും വോൺ വിലിബ്രാൻഡും തമ്മിൽ. മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ ആണ് വോൺ വിലിബ്രാൻഡ്. മോസ്റ്റ് കോമൺ സിംഗിൾ കൊയാഗുലേഷൻ ഫാക്ടർ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഫാക്ടർ ഡിസോർഡർ കൊണ്ട് ഉണ്ടാകുന്ന കൺജനൈറ്റൽ കൊയാഗുലേഷൻ ഡിസോർഡർ ഏതായിരിക്കും, ഹീമോഫീലിയ A and B ആയിരിക്കും. അക്വേർഡ് എന്തൊക്കെ കാരണം ഉണ്ടാകാം, ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നു, ലിവർ ഫെയിലിയർ, അല്ലെങ്കിൽ കൺസെപ്ഷൻ കൂടുന്നു, DIC, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഹെപ്പാരിൻ തെറാപ്പി പോലെ, അല്ലെങ്കിൽ ഇമ്മ്യൂണായിട്ടൊരു ഇൻഹിബിഷൻ നടക്കുന്നു, ലൈക്ക് അക്വേർഡ് ഹീമോഫീലിയ. ഹീമോഫീലിയ A യും B യും ഉണ്ട്. ഹീമോഫീലിയ A ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 8 ആണെങ്കിൽ B ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9 ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയുന്നു. ആൻഡ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്, വോൺ വിലിബ്രാൻഡ് ഡിസീസ് എഗെയിൻ ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആയിരിക്കും. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആവശ്യമാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനും ആസ് വെൽ ആസ് ഇൻ ദ കൊയാഗുലേഷൻ മെക്കാനിസം. സോ ഈ രണ്ടിടത്തും ഇത് ആവശ്യമായ കാരണം അതിന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടോ ഒരു ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ ഇത് രണ്ടിനെ എഫക്ട് ചെയ്യും. എന്തിനെ, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനെ എഫക്ട് ചെയ്യും, കൊയാഗുലേറ്ററി മെക്കാനിസത്തിനെ എഫക്ട് ചെയ്യുന്നു. സോ അതായിരിക്കും വോൺ വിലിബ്രാൻഡ് ഡിസീസ്. രണ്ട് തരത്തിലുള്ള ഡെഫിഷ്യൻസി വരാം, ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡെഫിഷ്യൻസി. ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിഷ്യൻസി പറയുമ്പോഴത്തേക്ക് ആ ഫാക്ടറിന്റെ സിന്തസിസിനകത്തൊരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ല, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡെഫിഷ്യൻസി. ഇത്ര ആയിരിക്കും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്.